അടുത്ത മാസം വരും. രമേശേ, നീ കാനഡയിൽ നിന്ന് അടുത്ത മാസം വരുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടിയ സാധനം കൊണ്ടുവരണം. നമുക്ക് ആ റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് നീച്ചണം. ആ കൊണ്ടുവരാം. വെറുതെ കൊതിപ്പിക്കാവളൂ. എന്താ നീ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കുക. നിന്റെ മോന്ത ഏത് സമയം ഇങ്ങനെ കടന്നൽ കുത്തിയ മാതിരിയാണല്ലോടി. അതെ, മനുഷ്യനായിരിക്കണം താമസിക്കുന്നത്, അപ്പൊ നമുക്ക് ചിരിയൊക്കെ വരും. ഇത് മനുഷ്യനോ അല്ല മൃഗമല്ല, നിങ്ങൾ വേറെ എന്താ ജീവിയാ? നിങ്ങൾ എന്താ നിനക്കിപ്പോ ഇത്ര പ്രശ്നം രാവിലെ? നിങ്ങൾ ഇന്നലെ രാത്രി എന്തെന്ന് പറഞ്ഞിട്ടാ കിടന്നത്? ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ കിടന്നത്. വേറെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ഞാൻ എനിക്ക് ഇപ്പൊ നല്ല ആട്ടാട്ടാനെ തോന്നുന്നത്, ഞാനത് പറയണില്ല. ഞാൻ നിനക്ക് എന്താണ് പ്രശ്നം? തങ്കം, എന്റെ മാലയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾ തീരുമാനിച്ചേക്കണേ? ഓ മാല, മാല എടുക്കണമെങ്കിൽ മാല പറയണല്ലോ. എന്റെ മാല എടുപ്പിച്ചാരേ? അതിന് ഞാൻ പോയി ബാങ്ക് കുത്തി തുറന്നെടുക്കാൻ പറ്റുമോ? അത് തുറക്കണ്ടേ, പണി സമയമായി വരണ്ടേ. സമയം 10 മണി, നിങ്ങൾക്ക് മാത്രം സമയമായില്ല അല്ലേ? ഈ 10 മണി പോയി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ സത്യത്തില്. എങ്ങനെ അറിയണേ? എങ്ങനെ അമുക്കി അമക്കൊണ്ടിരുന്നോ? കൊച്ചിന് തിന്നാൻ മേടിച്ച് വെച്ച മിച്ചർ അതും എടുത്ത് തിന്നോളൂ. അവിടെ വരുമ്പോ ഒരു സാധനം ഉണ്ടാവില്ല. നിങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വെച്ച മാലയത്? വണ്ടി കച്ചവടത്തിൽ നഷ്ടം വന്നെന്ന് പറഞ്ഞു വെച്ചല്ലേ? അത് ശരിയാണ്. നമുക്ക് അടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ ലാഭം കിട്ടുമ്പോൾ എടുത്താ പോരെ? വേണ്ട, എനിക്ക് ഇപ്പൊ മാല കിട്ടണം. എനിക്ക് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗിന് പോകുമ്പോൾ അതിട്ടുണ്ട് വേണം. ഓരോ പെണ്ണുങ്ങൾ വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയുള്ള മാല കിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഈ നൂലിട്ടുണ്ട് നടക്കാൻ വേണ്ടി എത്ര നാളായെന്നറിയോ? എനിക്ക് എന്റെ മാല എടുത്തു തരാൻ. എടുത്തു തരാം. എടുത്തു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാൻ ജയിലിൽ പോകും. അയ്യോ, എന്നെ കൊന്നാ പിന്നെ നിന്റെ മാല ഇടണ്ടേ? ക്ലീറ്റോ, മാല എടുത്തു തരുമോ? എടുത്തു തരാം. ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞില്ലേ, ക്ലീറ്റൊക്കെ ഒരു വാക്കേ ഉള്ളൂ. കുടുംബശ്രീയിൽ ഓരോരുത്തരും അതും ഇതും ഇട്ടുകൊണ്ട് വരും. ബാക്കിയുള്ളവരൊരു സാധനത്തിന് കുറച്ച് ദിവസം സമാധാനമായിട്ട് പണയത്തിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും ഇരിക്കില്ലടോ. ഇപ്പം ശമ്പളം കിട്ടിയ പൈസ തന്നെ തീർന്നുപോയി. എൻ്റെ ഓട്ടക്കയ്യാന്നാണ് തോന്നുന്നു. നോക്ക്, എൻ്റെ കാര്യം അത് തന്നെയല്ലേ. ഇപ്പോൾ പഴയ പോലെ അല്ലെന്നേ. ആരെങ്കിലും എന്തെങ്കിലും കൈമണി തന്നാൽ മേടിക്കാൻ പേടിയായാണ്. വല്ല 100-200 രൂപ തരും. വല്ല കൈയോടെ പിടിച്ചാൽ ജോലിയും പോവും, മാനവും പോവും. കൈക്കൂലി വാങ്ങിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിക്കണം. അതിനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞതല്ലേ. അതെ അതെ. ഇപ്പം എന്താ പ്രശ്നം എന്ന് പറയണത്? ഒരു ലോണുണ്ട്. ആർക്ക്? എനിക്ക്. അത് ശരി. ഞാൻ പേഴ്സണൽ ലോൺ എടുത്തതാ. അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ബാങ്കുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അതാക്കും ഇതാക്കും ജപ്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്. അത് നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ടാണ്. വലിയ വലിയ അവന്മാർ കോടികളെടുത്ത് മുങ്ങിയിട്ടുണ്ടല്ലോ. ഒരനക്കൂല ഇവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു മറ്റേ ആളുണ്ടല്ലോ, മറ്റേ ബിയറിൻ്റെ ആള്, മല്ലിയ മുളക, കോടിക്കണക്കിന് രൂപയാണ് ലോൺ എടുത്തേക്കണ. എന്നിട്ട് അയാൾ അടക്കണില്ല. ഇനി അവസാനം എന്ത് അറിയാമോ? ഇവന്മാരുടെയൊക്കെ എഴുതി തള്ളുകയും ചെയ്യും. നമ്മൾ പാവപ്പെട്ടവർ ഒരു 10-200 രൂപ അടക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ജപ്തിയായി, കഞ്ഞിക്കല്ല് കൊടുത്തുകൊണ്ട് പോക്കായി, പേടിപ്പിക്കലായി. നീ അടക്കൊന്നും വേണ്ട, വെറുതെ ആണത്. പോടാ അവിടുന്ന്. ഞാൻ അടക്കാതെ പിന്നെ നീ അടക്കുമോ? എന്നാൽ കൊണ്ട് പിന്നെ നമ്മുടെ പ്രമോഷൻ്റെ കാര്യം വല്ലതും ആയാ? പ്രമോഷൻ്റെ കാര്യം പോസ്റ്റിൻ്റെ നീളം കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി വലിഞ്ഞ് കയറാം പോസ്റ്റിലേക്ക്. അത് കൊള്ളാം. അല്ല, നമ്മൾ യൂണിയൻ കയറി തന്നെയല്ല, നമ്മളുടെ ഒരിടപെടലും ഇല്ല. അപ്പോൾ എടാ, നമ്മൾ യൂണിയനിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ നല്ല പിടിപാട് വേണം. നിനക്ക് ഒരാൾ എഴുന്നേക്കട്ടെ, നമുക്ക് പിടിപാട് കുറവൊന്നുമില്ലല്ലോ. നമ്മൾ യൂണിയനിൽ പ്രവർത്തിക്കല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. രാഷ്ട്രീയക്കാരായിട്ട് നമുക്ക് ബന്ധമില്ലല്ലോ. അവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞ പാർട്ടിയല്ലേ. അങ്ങനെയുള്ള ഒരു ഗതി തന്നെയാണ്. അപ്പോൾ ഏട്ടാ ശരിട്ടാ. എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ സഹായിക്കായിരുന്നു. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളായതുകൊണ്ട് ഈ മാസം ഞാനും തുള്ളി നിൽക്കണം. പൈസക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ജമന്തിയോട് ചോദിച്ചാൽ മതി. അവളോട് ചോദിക്കാൻ പറ്റില്ല, അതല്ലേ പ്രശ്നം. അവളോട് പറഞ്ഞിട്ടില്ലേ ഇത്? ശരി. അതെ, കാലത്ത് നീ എന്താ പറഞ്ഞത്? ക്ലീറ്റോയ്ക്ക് 10 പൈസക്ക് കൊള്ളാത്തവനാണ്, എപ്പോഴും ഇവിടെ തിന്നു കുടിച്ചോണ്ടിരിക്കുന്നില്ലേ? അറിയാതെ ആണേലും പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ. നിന്റെ മാല ഞാൻ പണയം വെച്ചത്. ഇനി മേലാൽ എനിക്ക് ഈ സാധനം പണയം വെക്കാൻ തന്നേക്കും കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ക്ലീറ്റോ എടുത്തു തരും. പിന്നെ നീ വിചാരിക്കും പോലെ നല്ല ക്ലീറ്റോ വലിയൊരാളാ. ഇതെന്നാ എടുത്തേന്ന് ഓർക്കണ്ടോ ക്ലീറ്റോ? എനിക്കറിയാം.
വത്സല ചേച്ചിയുടെ ചിട്ടി പൈസ കിട്ടിയപ്പോ മേടിച്ചതാ. വത്സല ചേച്ചിയുടെ ചിട്ടി പൈസ മാത്രമേ ഇതിലുള്ളൂ? അതെ, അന്ന് ഞങ്ങൾ താഴത്തെ സുധാരൻ ചേട്ടൻ്റെ മതിൽ പൊളിച്ചു കൊടുത്തതിന് അവരുടെ എതിർ പാർട്ടിക്കാർ തന്ന കുറച്ച് പൈസയും കൂടെ ഇതിനകത്തുണ്ട്. ഇടട്ടെ? ആ ഇട് ഇട്. നല്ലതാണോ? മാല നല്ലത് തന്നെ. ദേഷ്യമുണ്ടോ ക്ലീറ്റോന്? ഓ എന്ത്, എനിക്കെന്തൊരു ദേഷ്യം, ഇതൊക്കെ ഞാൻ പതിവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇതെന്തോന്ന് രണ്ടുപേരും കൂടെ ഒരു കിന്നാരം പറച്ചില്. പെട്ടെന്ന് ഒരു കണ്ണിപ്പൊടി പോയി. കണ്ണിപ്പൊടി പോയാ? ആരുടെ കണ്ണിപ്പൊടി പോയതാടാ നീ പറയുന്നത്? വീഴാൻ പോയമ്മ, അത് പെട്ടെന്ന് പൊടി സൈഡിൽ കൂടെ അങ്ങ് പോയി. അയ്യോ, അതൊരു ഭാഗ്യമായി. ഞാനേ തങ്കത്തിനൊരു മാല മേടിച്ചു കൊടുത്തു. നീ തങ്കത്തിന് പുതിയ മാല വാങ്ങിച്ചു കൊടുത്തെന്നാ? എന്റെ പൊന്നെ, ലോകത്തിൽ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെ അത്. എടാ, നീ ഒരു മാല വാങ്ങിച്ചു കൊടുക്കുന്നിരുന്ന് കാക്ക മലർന്നു കിടക്കും. പുതിയതെന്ന് പറഞ്ഞാ എന്റെ പഴയ മാല പണയനിരുന്നത് ക്ലീറ്റ് അടുപ്പിച്ചു. അങ്ങനെ പറ. അല്ല, അവൻ പുതിയ മാല വാങ്ങിച്ചെന്ന് പറഞ്ഞാ. എന്നാലും ഇത് മേടിച്ചു കൊടുത്തപ്പം പുതിയതായിരുന്നു, ഞാൻ തന്നെയാണ് മേടിച്ചു കൊടുത്തത്. നീ വാങ്ങിച്ചു കൊടുത്തതാ? ഇതെങ്ങനെയാണ് വാങ്ങിച്ചത്? അല്ല, എന്റെ ചിട്ടി പൈസ ഉണ്ടായി, കൂടെ ക്ലീറ്റോന്റെ പൈസയും ഉണ്ടായിരുന്നു. അമ്മ, ഈ പറഞ്ഞ മാതിരി എന്നെ സംബന്ധിച്ച് എന്റെ സ്വർണം എന്ന് പറയുന്നത് എന്റെ തങ്കമാ. അയ്യോ, സ്വർണ്ണം എങ്ങനെയാടാ തങ്കമാകുന്നത്? സ്വർണം തങ്കം. അമ്മ, ഈ നിൽക്കുന്ന തങ്കമാണ് എന്റെ സ്വർണം. അപ്പൊ ഈ തങ്കം ഇവിടെ ഉള്ളപ്പോ ഈ സ്വർണ്ണത്തിനെ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ കൊണ്ട് പണയം വെച്ചു, അത്രേ ഉള്ളൂ. ഈ സ്വർണവും തങ്കം ഇങ്ങനെ ഒരുപോലെ നിലനിന്ന് പോകുന്നതൊന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എന്റെ എന്തൊക്കെ പറഞ്ഞാലേ അമ്മ ഭാഗ്യം ചെയ്തവളാ. അമ്മയുടെ മോള് ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ചെറുക്കനാണല്ലോ സംരക്ഷിക്കുന്നേ. ഇങ്ങനെ സംരക്ഷിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ പോട്ട്, എനിക്ക് സമയമില്ല. ചായ കുടിച്ചിട്ട് പോകാമേ? വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ട് തന്നെ ഒരു കാര്യം മറന്നുപോയി. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. തള്ളക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെയൊന്നും. പിന്നെ ഒരു കമ്മ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോൾ ബാങ്കിൽ മാല എടുക്കാൻ പോയപ്പോൾ മാനേജർ ക്ലീറ്റോ സാർ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു നല്ല ചായ തന്നു, ഞാൻ കുടിച്ചു. എന്നാ പിന്നെ ജ്യൂസ് എടുക്കാം. വേണ്ട. കണ്ടോ, ഇതപ്പം എന്നോട് ദേഷ്യം ഉള്ളോണ്ടാ. ഈ ഒരു മാലയുടെ പേരിൽ നീ എന്നെ കാലത്ത് എന്തൊക്കെയാ പറഞ്ഞേ? അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു സോറി പറയുമ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്നോട് ദേഷ്യം ഉണ്ടല്ലേ? ദേഷ്യമൊന്നുമില്ല. ദേഷ്യം ഇല്ലാന്ന് ശരിക്കും പറ. ദേഷ്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല, ദേഷ്യം ഉണ്ട്. ഇല്ലടി, എനിക്കെന്തിനാ ദേഷ്യം? ദേഷ്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? ചിരിച്ചോണ്ട് പറഞ്ഞാലെന്താ? ദേഷ്യമില്ല. സത്യം? എന്നാ പിന്നെ ചായ എടുക്കാം. വേണ്ട, പാർട്ടി ഓഫീസിൽ ഇപ്പം മീറ്റിംഗ് പോകുമ്പോൾ അവിടെ ചായയും ബിസ്ക്കറ്റും കിട്ടും. ഞാൻ വിളിക്കാം. ഓ പിന്നെ ഇത് കവർ വെച്ചോ. ബൈ ബൈ. ജമന്തി, കുടിക്കാത്തൊരു വെള്ളം കെട്. ഇതെന്താ ഇത്? എന്നോട് ഞാൻ കുടിക്കാത്തൊരു വെള്ളമല്ലേ ചോദിച്ചത്? ഇത് ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസാ. ഇത് കണ്ടേ പിന്നെ മനുഷ്യന്റെ തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങിയിട്ടില്ല. എടി, ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നോട്ടീസൊക്കെ അയക്കും ബാങ്കുകാർ. അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞ ലോൺ അടയ്ക്കണ്ടേ? ലോൺ അടയ്ക്കുന്നില്ലേ? എത്രയോ തവണ അടച്ചല്ലോ. ഇതിപ്പോൾ അടച്ചിട്ടും തീരുന്നില്ല. അതിന് ഞാനെന്ത് ചെയ്യും? ഇതിപ്പോൾ എടുത്തതിനേക്കാൾ കൂടുതൽ പൈസ അടച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. എന്നിട്ടാണ് അവര് നോട്ടീസ് അയക്കുന്നേ. ദേ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. വല്ല പോലീസുകാരും പിടിച്ചോണ്ട് പോകും അവസാനം. പിന്നെ ലോൺ എടുത്തവരെ മുഴുവനെ പോലീസ് പിടിച്ചോണ്ട് പോലെ. ഏട്ടാ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു തീർക്ക്, എന്നാലേ മനുഷ്യനൊരു സമാധാനം ഉള്ളൂ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ജമന്തി? ഞാൻ എന്താ എൻ്റെ കയ്യിൽ പൈസ അങ്ങനെ അടുക്കി വെച്ചിട്ട് ലോൺ അടക്കാതിരിക്കുന്നതാണോ? ആണോ? മനുഷ്യന്റെ കയ്യിൽ പൈസ ഇല്ല, അതാണ് ഈ പറയണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ എന്താ ചെയ്യുന്നത്? പൈസ ഞാൻ പുഴുങ്ങി തിന്ന. നീ 3 നേരം പുഴുങ്ങി തരുന്നുണ്ടല്ലോ. നീ കേറി പോകത്ത്. ഞാൻ കേറി പോയ പ്രശ്നം തീരോ? തൽക്കാലം എന്റെ പ്രശ്നം തീരും. ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പൊ ഞാനാണ് ഏട്ടനും മനസ്സമാധാനം കേട്. ഏട്ടാ, ഏട്ടന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ പറയുന്നേ. ഇതെന്തൊരു സ്വന്തരവണം നോക്കണേ. എന്തൊരു ബഹളം ഇവിടെ. ഒരു സമാധാനം ഇല്ലാതായി വന്നിരിക്കുകയാണല്ലോ. അല്ല, കരയുന്ന എന്താടേ? മിണ്ടത്തില് എന്താ കരയുന്നത്? എനിക്ക് അറിഞ്ഞോടമ്മ, അങ്ങോട്ട് ചോദിക്കും. പിന്നെ നിനക്കറിഞ്ഞൂടാ, പിന്നെ ആർക്കറിയാം? എന്താടേ? അമ്മ, ഞാൻ ലോൺ അടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്നോട് വഴക്കുണ്ടാക്കുക. ലോൺ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയാ മതിയാ? ലോൺ അടച്ചേ പറ്റൂ.
എന്റെ അമ്മ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നോട്ടീസുകൾ വരും. ഇത് അത്ര വലിയ വിഷയമൊന്നുമല്ല. നിനക്ക് വിഷയമല്ലായിരിക്കും, പക്ഷെ ഹവീൽദാർ വീരഭദ്രൻ നായരുടെ വീട്ടിൽ ഇങ്ങനെ പോലീസ് വരുന്നത് നോട്ടീസ് ഒട്ടിക്കലൊന്നും നടക്കത്തില്ല. ലോൺ അടച്ച് തീർത്തേ പറ്റൂ. അമ്മ അത്രയും ഞാനും പറഞ്ഞുള്ളൂ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ആരെടുത്താണ് കൂടുതൽ പൈസ വെച്ചാൽ കുറച്ച് എനിക്ക് താ, ഞാനത് കൊണ്ടുപോയി അടയ്ക്കാം. എൻ്റെ അമ്മേ, നമ്മൾ സാധാരണക്കാരാണ്, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അടയ്ക്കാത്തത്. അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം, പ്രശ്നം തീരില്ലേ? അതിനു മുമ്പ് പോലീസ് വന്നാല് പോലീസ് വന്നാ നീ ചാടത്തുള്ളതാടാ. ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ കൂടെ തരാം. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് പണയം വെച്ച് നീ എന്തായാലും നോട്ടീസിന്റെ ഇതൊക്കെ അങ്ങ് അടച്ചു തീർക്കും. വേണ്ടമ്മ, അതുകൊണ്ടൊന്നും തികയില്ല. എന്നാ ഒരു കാര്യം ചെയ്യേ, തങ്കത്തിന്റെ സ്വർണ്ണം ഇപ്പൊ ക്ലീറ്റസ് പണയത്തി എടുത്തോണ്ട് കൊടുത്ത് അതും കൂടെ ചെന്ന് ചോദിക്ക്. അല്ല, ശമ്പളം കിട്ടുമ്പോൾ എടുത്താൽ കൊടുത്താൽ മതിയല്ലേ? അതൊന്നും വേണ്ടമ്മ. ഏട്ടാ, അമ്മ പറയണത് കേക്ക്. നീ കുടിക്കാത്തൊരു വെള്ളം എടുത്തേ. നാണക്കേടാണ് വീരഭദ്രൻ നായരുടെ വീട്ടിൽ ഇങ്ങനെ പറയുന്നത് കേക്കടാ. Versus Alien.